സ്ഥിരതയെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. 6-7 മാസങ്ങൾക്ക് ശേഷമാണ് രോഹിത് ഓസ്ട്രേലിയക്കെതിരെ ODI കളിക്കാൻ വന്നത്. ആദ്യ മത്സരം 8 റൺസിന് പുറത്താകുന്നു. പിന്നെ കളത്തിന് പുറത്തുമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ. ഒന്ന് മോശമായാൽ ടീമിന് വെളിയിലിടുമെന്നൊക്കെ പലരും പറഞ്ഞതായിരുന്നു. ക്യാപ്റ്റൻസി നഷ്ടമായ ശേഷം മികച്ചൊരു ബാറ്ററായി ടീമിലെത്തിയ രോഹിത് 2ാം ODIയിൽ 70-ൽ കൂടുതൽ റൺസും 3ാം ഏകദിനത്തിൽ സെഞ്ചുറിയും നേടിക്കൊണ്ട് ഏകദിനത്തിൽ 1ാം റാങ്കിൽ എത്തി നിൽക്കുന്നു. ഇവിടെ സൗത്ത് ആഫ്രിക്കയോടുള്ള ഏകദിന മത്സരത്തിലും തന്റെ ഫോം തുടർന്നിരിക്കുകയാണ് രോഹിത് ശർമ്മ. ഒരു ക്യാച്ച് ഡ്രോപ്പ് വന്നെങ്കിലും പിന്നീടങ്ങോട്ട് രോഹിത് ഷോയായിരുന്നു ആരാധകർ കണ്ടത്. ഒരു കിടിലൻ പഞ്ച് ഫോറിലൂടെ തുടങ്ങി ഗ്യാപ്പ് പിക്ക് ചെയ്തുകൊണ്ട് അയാൾ മുന്നോട്ട് നീങ്ങി. പിന്നെ സുബ്രിയാനെ 2 6, അതിൽ രണ്ടാമത്തേത് പോയത് 97 മീറ്റർ. പിന്നെ ജെൻസനെ 6 അടിച്ച് ഏകദിനത്തിലെ ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡും അയാൾ തൂക്കുന്നുണ്ട്. അവസാനം പിച്ചിലെ ക്രാക്ക് കാരണം ഷോർട്ട് ബോൾ ബൗൺസ് തീരെ ഇല്ലാതെ വന്നപ്പോൾ രോഹിത് LBW ആയി മടങ്ങുകയായിരുന്നു. ഒരു സെഞ്ചുറി പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷേ തൽക്കാലം ഇത് മതി. ബാക്കി അടുത്ത കളിയിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ 3 സിക്സറുകൾ നേടി രോഹിത് ശർമ്മ. ഏകദിന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ലോക റെക്കോർഡ് തകർത്തിരിക്കുകയാണ് രോഹിത് ശർമ്മ. പാകിസ്ഥാനിന്റെ ഷാഹിദ് അഫ്രീദിയെ മറികടന്നാണ് രോഹിത് ശർമ്മ ആ റെക്കോർഡ് തകർത്തത്. 369 ഇന്നിംഗ്സുകളിൽ നിന്ന് 351 സിക്സറുകൾ നേടിയ ഷാഹിദ് അഫ്രീദിയുടെ റെക്കോർഡ് മറികടക്കാൻ രോഹിതിന് 3 സിക്സറുകൾ കൂടി ആവശ്യമായിരുന്നു. 15ാം ഓവറിൽ സുബ്രയനെതിരെ തുടർച്ചയായ സിക്സറുകളിലൂടെ അഫ്രീദിക്കൊപ്പം അദ്ദേഹമെത്തി. മാർക്കോ ജോൺസനെ ഫൈൻ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ പറത്തി തന്റെ ട്രേഡ്മാർക്ക് പുൾ ഷോട്ടിലൂടെ രോഹിത് റെക്കോർഡ് തകർത്തു. രോഹിത് ശർമ്മയുടെ വിലോപനീയമായ ഏകദിന കരിയർ അയാളുടെ ഇന്നിംഗ്സ് ഡിസൈനിന്റെ ഒരു മാക്രോ ടെംപ്ലേറ്റ് ആണെന്ന് തോന്നാറുണ്ട്. ഇന്നിംഗ്സിന്റെ തുടക്കത്തിലെ തപ്പിത്തടയലുകളും പാദചലനങ്ങളിലെ അലസതയും അനിശ്ചിതത്വത്തിന്റെ ഇടനായിൽ പതിക്കുന്ന പന്തുകളെ പിന്തുടരുന്ന ശൈലിയുമൊക്കെ അയാളെ ഷോർട്ട് ലീവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അയാളുടെ ഒരു ഉയർത്തയിൽ നിൽപ്പുണ്ട്. കണ്ണടച്ചു തുറക്കുന്ന മാത്രകൾ കൊണ്ട് ഇന്നിംഗ്സിന്റെ കോംപ്ലക്ഷനെ മാറ്റിമറിക്കപ്പെടും. 2-3 ഓവർ മുമ്പേ കണ്ട പരുങ്ങി നിൽക്കുന്ന രോഹിതിനെയായിരിക്കില്ല അപ്പോൾ നിങ്ങൾ കാണുക. തങ്ങളുടെ സ്റ്റോക്ക് ഡെലിവറികളെപ്പോലും അവജ്ഞയോടുകൂടി സെക്കൻഡ് ടയർ ഗാലറിയിലേക്ക് പറഞ്ഞയക്കുന്ന ഹിറ്റ്മാൻ സോണിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ നിസ്സഹരായി നിൽക്കുന്ന ബൗളർമാരെ അവിടെ കാണാം. സകല പ്രതീക്ഷകളും മറ്റു നിൽക്കുന്നിടത്തു നിന്ന് 1-2 ഷോട്ടുകൾ കൊണ്ട് ഊർജം തിരിച്ചെടുക്കുന്ന അനുകരിക്കാനാകാത്ത രോഹിത് ശൈലിയാണത്. ഒന്നോർത്താൽ രോഹിതിന്റെ കരിയർ തന്നെ ഇത്തരം തിരിച്ചു വരവുകളുടേതാണ്. എഴുതിത്തള്ളപ്പെട്ട ഓരോ ഇടങ്ങളിൽ നിന്നും അയാൾ പുനർജനിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് ഹിന്ദു മിത്തോളജിയിലെ ബാലിയുടെ കഥ ഓർമ്മ വരും. എതിരാളിയുടെ കായിക ബലത്തിന്റെ പകുതി ഓരോ യുദ്ധത്തിലും സ്വന്തമാക്കുന്ന ബാലിയുടെ കഥ. ഒരു കഥ കേട്ടിട്ടുണ്ട്. 2013 ഇറാനി കപ്പ്. മുംബൈയും റെസ്റ്റ് ഓഫ് ഇന്ത്യയും ഏറ്റുമുട്ടുകയാണ്. 2 ടീമുകളിലും കളിക്കുന്നത് ചില്ലറക്കാരല്ല. ഹർഭജൻ സിംഗ് നയിച്ച റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ശിഖർ ധവാനും മുരളി വിജയനും സുരേഷ് റെയ്നയും അമ്പാട്ടി റായിഡുവും ശ്രീശാന്തുമുണ്ട്. ഇപ്പുറത്ത് സച്ചിനൊപ്പം വസീം ജാഫറും അജിൻക്യ രഹാനെയും ഷാർദുൽ താക്കൂറും പിന്നെ രോഹിത് ശർമ്മയും. മുംബൈയുടെ ആദ്യ ഇന്നിംഗ്സിൽ 4-ന് 234 എന്ന സ്കോറിൽ രോഹിത് സച്ചിനൊപ്പം ചേരുകയാണ്. ഒരു മാച്ച് വിന്നിംഗ് പാർട്ണർഷിപ്പ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്കോർ ബോർഡിൽ 20 റൺസ് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. രോഹിത് പക്ഷേ ഇനിയും ഒരു റൺ പോലും സ്കോർ ചെയ്തിട്ടില്ല. ഹർഭജൻ പന്തെറിയാൻ വരികയാണ്. ഒരു സ്ലോക്ക് സ്വീപ്പിനുള്ള ശ്രമം ഡീപ്പ് മിഡ് വിക്കറ്റിൽ ഓജയുടെ കൈകളിൽ അവസാനിക്കുന്നു. നിരാശയോടെ അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ ഗാലറിയിൽ ഒരു വിഭാഗം ആരാധകർ ഒരു ബോർഡ് ഉയർത്തി കൂവി വിളിക്കുന്നുണ്ടായിരുന്നു, മാഗി മാഗി എന്ന്. എന്തുകൊണ്ടാണ് മാഗി എന്ന് വിളിക്കുന്നത്? മാഗി ഉണ്ടാക്കാനും രോഹിത് പുറത്താവാനും 2 മിനിറ്റ് മതിയെന്ന് ആരോ പറഞ്ഞിരുന്നു. അടുത്ത ഇന്നിംഗ്സിലും കഥയാവർത്തിച്ചു. മാഗി വിളികളും ആവർത്തിച്ചു. ഇത്തവണ ഒരൊറ്റ റൺസ് അയാൾ സ്കോർ ചെയ്തിരുന്നു. ഒരു ദശകത്തിന്റെ ചെമ്പകപ്പൂക്കൾ മുഴുവൻ പൊയിച്ചു കളയുമ്പോൾ അയാൾ ഇന്ന് ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ബാറ്ററാണ്. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച ഒരേയൊരു ബാറ്ററാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ഓപ്പണർമാരിൽ ഒരാളാണ്. അതെ,
വിരാട് കോഹ്ലി കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു തലമുറയിലെ ഏറ്റവും മികച്ച ബാറ്ററും സൂപ്പർ സ്റ്റാറുമാണ്. സ്വപ്ന സമാനമാണ് അയാളുടെ ഈ ഉയർച്ച. തിരിച്ചടികളിൽ നിന്നാണ് രോഹിതെന്നും ഊർജം ഉൾക്കൊള്ളാറുള്ളത്. 2011 ഏകദിന ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അയാളുടെ 2015, 19, 23 ലോകകപ്പ് എഡിഷനുകളിലേക്കും ഫസ്റ്റ് 11, വൈസ് ക്യാപ്റ്റൻ എന്ന ഓർഗാനിക്കായ മാറ്റങ്ങളിലേക്കുമുള്ള യാത്രക്ക് തുല്യമായ തിരിച്ചുവരവുകളുടെ കഥ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ വിരളമായിരിക്കും. പ്രതിഭയായിരുന്നില്ല ഒരിക്കലും അയാളുടെ വിഷയം, അതിൻ്റെ കൃത്യമായ ആപ്ലിക്കേഷൻ ആയിരുന്നു. ഒരിക്കൽ ആ ചേരുവ അയാൾ കണ്ടെത്തി കഴിയുമ്പോൾ ജനിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഡാഡി 100 ആണ്. ജയിക്കണമെന്ന വാശിയുള്ള കളിക്കാരനാണ് രോഹിത് ശർമ്മ. ഇന്ത്യ വാടിത്തളരുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന നിരാശയുടെ ഭാവങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അയാൾ തളർന്നു വീഴാൻ തയ്യാറല്ലായിരുന്നു. കഴിഞ്ഞ 3 ICC ടൂർണമെന്റിലാകെ ഇന്ത്യ വഴങ്ങിയത് ഒരു തോൽവിയായിരുന്നു, 2 കിരീടങ്ങൾ. അയാൾ ഇന്ത്യൻ ടീമിൽ കൊണ്ടുവന്ന ആറ്റിറ്റ്യൂഡ്, മെന്റാലിറ്റി, മൈൻഡ് സെറ്റ് എല്ലാം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ട് അനുഭവിക്കുന്നതാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ 1000 ODI റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റർ. ഫുൾ ഷോട്ടുകളിൽ ഗാലറിയിൽ പതിക്കുന്ന സിക്സറുകളുടെ ഭംഗിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പതിവിലും വിപരീതമായിട്ട് ബാറ്റ് ചെയ്യുന്ന രോഹിതിനെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ക്യാപ്റ്റൻ സ്ഥാനമില്ലെങ്കിലും ടീമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്നിംഗ്സ് ആയിരുന്നു അയാൾ എന്നും കാഴ്ചവെക്കുന്നത്. തന്റെ പതിവ് അഗ്രസീവ് ശൈലി വിട്ട് ഗ്രീസിൽ സെറ്റായതിനു ശേഷം സ്കോറിന് വേഗം കൂട്ടുന്ന ഇന്നിംഗ്സ്, അതായത് ആ പഴയ രോഹിത് ശൈലി ഇന്ന് നാം കാണുന്നുണ്ട്. ഇതൊരു തിരിച്ചുവരവിന്റെ കഥയാണ്. 2-3 മത്സരം അയാൾ ഫോം ഔട്ടായപ്പോൾ അയാളെ ടീമിൽ നിന്ന് ഒഴിവാക്കണം, വിരമിച്ചു പോകൂ എന്നൊക്കെ പറഞ്ഞ ആരാധകർക്കുള്ള മറുപടിയാണിത്.